പ്രിയരെ നമസ്കാരം. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും മലയാള ഭാഷയിൽ അവതരിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായി ബ്രഹ്മപുരാണം, പത്മപുരാണം, വായുപുരാണം, അഗ്നിപുരാണം, നാരദപുരാണം, വരാഹപുരാണം, വാമനപുരാണം എന്നീ 7 പുരാണങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ വഴി നടപ്പായി 8ാമത്തെ പുരാണകഥ വിഷ്ണു പുരാണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിലെ 1-ാം അധ്യായത്തിൽ 16 ഭാഗങ്ങളുണ്ട്. 1-ാം അധ്യായത്തിലെ 1-ാം ഭാഗത്തിൽ അടിസ്ഥാന മൂലകങ്ങളിൽ നിന്നുള്ള പ്രപഞ്ചത്തിൻ്റെ ആമുഖത്തെയും ഉത്ഭവത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. വിഷ്ണു പുരാണത്തിൻ്റെ വക്താവായ പരാശര മുനിയാണ് ഈ മഹത്തായ ഗ്രന്ഥം മൈത്രേയന് വിവരിച്ചു കൊടുത്തത്. മൈത്രേയനിൽ നിന്നും സുതമുനിക്കത് പാരമ്പര്യമായി ലഭിച്ചു. ഈ ഗ്രന്ഥം ഇവിടെ അവതരിപ്പിക്കുന്നത് സുതൻ്റെ വിവരണത്തിലൂടെയാണ്. സുതൻ പറയുന്നു, ഒരു ദിവസം മൈത്രേയൻ പരാശര മുനിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഗുരുദേവ, നിങ്ങൾ എല്ലാ വേദങ്ങളും പഠിച്ചു. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കഥ നിങ്ങളിൽ നിന്നും അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരാനിരിക്കുന്ന യുഗങ്ങൾ എങ്ങനെയായിരിക്കും? ഈ മുഴുവൻ സൃഷ്ടികളുടെയും കാരണമെന്താണ്? ആരാണ് അത് സൃഷ്ടിച്ചത്? അത് എവിടെയാണ് നിലനിന്നത്? അത് ആരുമായി സഹകരിച്ചു? അവസാനം അത് ആരാൽ സംഹരിക്കപ്പെട്ടു? ഇവ കൂടാതെ അഗാധമായ ആകാശത്തിൻ്റെ വികാസം, സമുദ്രത്തിൻ്റെയും പർവ്വതങ്ങളുടെയും ഉത്ഭവം, ഭൂമിയുടെ ഉത്ഭവം, സൂര്യൻ്റെ വികാസം, 4 യുഗങ്ങളായിട്ടുള്ള കാലത്തിൻ്റെ വിഭജനം, പ്രളയം, മതം, ഋഷിമാർ, രാജാക്കന്മാർ, വേദവ്യാസനാൽ വേദങ്ങളുടെ സൃഷ്ടി, നമ്മുടെ സമൂഹത്തിലെ 4 വർഗങ്ങളുടെ ഉത്ഭവം, ഒരാളുടെ ജീവിതത്തിലെ 4 ആശ്രമങ്ങളുടെ വ്യവസ്ഥ എന്നിവയെക്കുറിച്ചും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരാശരൻ സുതൻ്റെ ആജ്ഞകൾക്ക് വെളിച്ചം പകരുവാൻ തയ്യാറായി. മൈത്രേയ, എൻ്റെ മുത്തച്ഛനായ വസിഷ്ഠൻ ഒരിക്കൽ പറഞ്ഞ വിവരണം നീ ഇന്നെന്നെ ഓർമ്മിപ്പിച്ചു. വിശ്വാമിത്രൻ സൃഷ്ടിച്ച ഒരു രാക്ഷസൻ എൻ്റെ പിതാവിനെ വിഴുങ്ങി എന്നറിഞ്ഞപ്പോൾ എന്നിൽ കോപം തിരയിളകി. അതിനാൽ എല്ലാ രാക്ഷസന്മാരെയും ഉന്മൂലനം ചെയ്യാൻ ഒരു യാഗം ആരംഭിച്ചു. യാഗം വളരെയധികം രാക്ഷസന്മാരെ നശിപ്പിച്ചതിനാൽ മുഴുവൻ വംശവും വംശഭീഷണി നേരിടാൻ തുടങ്ങി. അമിതമായ കോപം നല്ലതല്ലെന്നും എൻ്റെ പിതാവിൻ്റെ മരണത്തിന് എല്ലാ രാക്ഷസന്മാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും മുത്തച്ഛനായ വസിഷ്ഠൻ എന്നെ ആശ്വസിപ്പിച്ചു. മുത്തച്ഛൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പിതാവിന് ഒടുവിൽ അങ്ങനെയൊരു വിധി അനിവാര്യമായിരുന്നു. വിഡ്ഢികൾ മാത്രമേ കോപിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ സ്വന്തം കർമ്മങ്ങളുടെ ഫലം സ്വയം വഹിക്കുന്നു. പുത്ര, കോപം തപസ്സിൻ്റെ എല്ലാ ഗുണങ്ങളെയും നശിപ്പിക്കും. അതിനാൽ സന്യാസികൾ എപ്പോഴും കോപത്തെ ഒഴിവാക്കുന്നു. ക്ഷമിക്കുന്നത് എല്ലായ്പ്പോഴും സന്യാസികളുടെ പുണ്യമാണെന്ന് ബോധിപ്പിച്ച് എൻ്റെ മുത്തച്ഛൻ എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ മുത്തച്ഛൻ്റെ ബോധ്യപ്പെടുത്തലിൻ്റെ അനന്തരഫലമായി ഞാൻ യാഗം നിർത്തി. അതേസമയം ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ പുലസ്ത്യൻ അവിടെ എത്തി പറഞ്ഞു, നിങ്ങളുടെ കോപം നിലനിൽക്കെ തന്നെ മുത്തച്ഛനായ വസിഷ്ഠൻ ബോധ്യപ്പെടുത്തിയപ്പോൾ നിങ്ങൾ രാക്ഷസന്മാരോട് ക്ഷമിച്ചു. നിങ്ങൾ എല്ലാ വേദങ്ങളും പഠിക്കുകയും പുരാണങ്ങൾക്ക് വ്യാഖ്യാനം നൽകുകയും ചെയ്യും. ദേവന്മാരുടെ യഥാർത്ഥ രൂപവും നിങ്ങൾ മനസ്സിലാക്കും. പുലസ്ത്യൻ്റെ ഈ വാക്കുകൾ മുത്തച്ഛനായ വസിഷ്ഠനും അംഗീകരിച്ചു. മൈത്രേയ, ഇപ്പോൾ ഞാൻ പുരാണത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കവും നിങ്ങളോട് പറയുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ വിഷ്ണുവിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പ്രപഞ്ചം അവനിൽ നിലനിൽക്കുകയും ഒടുവിൽ അവനിലേക്ക് തന്നെ ലയിപ്പിക്കപ്പെടുകയും ചെയ്യും. പരാശരൻ പറയുന്നു, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശൻ എന്നീ ത്രിമൂർത്തികളെ സ്രഷ്ടാവ്, സംരക്ഷകൻ, സംഹാരകൻ എന്നീ നിലകളിലും അറിയപ്പെടുന്നു. അവരെല്ലാം ഭക്തരെ രക്ഷിക്കുന്നു. അവർക്കെല്ലാം തുല്യ പ്രാധാന്യവുമുണ്ട്. എന്നാൽ പോലും എല്ലാ ജീവജാലങ്ങളെയും പോറ്റുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരക്ഷകൻ അതിൽ പ്രാതിനിധ്യമുള്ളവനാണ്. ഞാൻ അദ്ദേഹത്തെ വന്ദിക്കുകയും ബ്രഹ്മാവ് എല്ലാ ദക്ഷന്മാർക്കും ഒരിക്കൽ ആ ഐതിഹ്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നർമ്മദ നദിയുടെ തീരത്ത് വെച്ച് ദക്ഷന്മാർ ഈ കഥ രാജാവായ പുരുകുൽസനോട് പറഞ്ഞിരുന്നു. അതാകട്ടെ പുരുകുൽസൻ സരസ്വതിയോട് പറഞ്ഞു. സരസ്വതി ദേവി എനിക്ക് ആ അറിവ് പകർന്നു നൽകി. ഹേ ബ്രാഹ്മണരെ, ഭഗവാൻ ശോചനനും അനന്തനുമാണ്. അതിനാൽ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, അതിൻ്റെ നിലനിൽപ്പ്, സംഹാരം എന്നിവയും അനന്തമായ പ്രക്രിയകളാണ്. പ്രളയകാലത്ത് പ്രകൃതി ഒരു സന്തുലിതാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് പുരുഷൻ, അതായത് സൃഷ്ടിയുടെ പുരുഷ ശക്തികൾ, പ്രകൃതിയിൽ, അതായത് സൃഷ്ടിയുടെ സ്ത്രീ ശക്തികളിൽ നിന്നും വേർപെടുത്തുകയും വിഷ്ണുവിൻ്റെ കാലരൂപം, അതായത് സർവ്വതിൻ്റെയും അധിപനായവൻ്റെ ശാശ്വതവും അനന്തവുമായ രൂപം പ്രകടമാകുകയും ചെയ്തത്. ജനനം, വളർച്ച, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ക്ഷയം, മരണം തുടങ്ങിയ എല്ലാ ജീവബന്ധങ്ങൾക്കും അതീതനാണ് വിഷ്ണു. ഭഗവാൻ വിഷ്ണുവിൻ്റെ ആദ്യ പ്രത്യക്ഷതയാണ് പുരുഷൻ. പ്രകൃതി അവൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രകടനമാണ്. അതേസമയം കാലരൂപം അവൻ്റെ പരമോന്നത പ്രത്യക്ഷതയാണ്.
പ്രളയകാലത്ത് പകലോ രാത്രിയോ ഭൂമിയോ ആകാശമോ ഉണ്ടായിരുന്നില്ല, ഇരുട്ടോ വെളിച്ചമോ ഉണ്ടായിരുന്നില്ല. പ്രളയം പര്യവസാനിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ ആഗ്രഹത്തോടെ എല്ലാ ബന്ധനങ്ങൾക്കും അതീതനായ പുരുഷനിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവേശനം സൃഷ്ടി പ്രക്രിയയെ ഉത്തേജിപ്പിക്കുന്നു. ഒന്നാമതായി മറ്റെല്ലാ ചെറിയ ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ മൂലകം ഉത്ഭവിച്ചു. ഈ മഹത്തായ മൂലകത്തിൽ നിന്നാണ് സാത്വികം, രജസ്, തമസ് എന്നീ 3 അഹങ്ങൾ ഉത്ഭവിച്ചത്. ശബ്ദത്തെ പ്രധാന ഗുണമായി കണക്കാക്കി തമസ് ആകാശത്തെ സൃഷ്ടിച്ചു. പിന്നീട് ആകാശം സ്പർശനബോധം സൃഷ്ടിച്ചു. സ്പർശനം വായുവിനെ സൃഷ്ടിച്ചു. അതിനാൽ സ്പർശനം വായുവിൻ്റെ പ്രധാന സവിശേഷതയാണ്. ആർക്കും വായുവിനെ കാണാൻ കഴിയില്ല, സ്പർശനത്തിലൂടെ മാത്രമേ അത് അനുഭവിക്കാൻ കഴിയൂ. വായു രൂപത്തെ സൃഷ്ടിച്ചു. രൂപത്തെ പ്രധാന ഗുണമായി കണക്കാക്കി അഗ്നിയെ ജനിപ്പിച്ചു. അഗ്നി രുചിയെ ജനിപ്പിച്ചു. രുചി അതിൻ്റെ പ്രധാന സ്വത്തായി ജലത്തെ ഉൽപ്പാദിപ്പിച്ചു. വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ച ഗന്ധം മൂലം പ്രധാന സവിശേഷതയായി സുഗന്ധമുള്ള ഭൂമിയെ സൃഷ്ടിച്ചു. ഇപ്പറഞ്ഞ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യേക പ്രകടനമില്ല. അഹമായ രജസ് 10 ഇന്ദ്രിയങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. അതേസമയം ഈ അവയവങ്ങളെ ഭരിക്കുന്ന ദേവതകൾ സാത്വിക അഹത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അങ്ങനെ 10 ഇന്ദ്രിയങ്ങളെയും 11ാമത്തെ അസ്തിത്വ മനസ്സിനെയും ഭരിക്കുന്ന 10 ദേവതകൾ പ്രകൃതിയിൽ സാത്വികരാണ്. ത്വക്ക്, കണ്ണുകൾ, ചെവികൾ, മൂക്ക്, നാവ് എന്നീ 5 അവയവങ്ങൾ മനസ്സിനെ അതിൻ്റെ പ്രവർത്തനത്തിൽ സഹായിക്കുന്ന അവയവങ്ങളാകുന്നു. ഹേ മൈത്രേയ, മലദ്വാരം, ലൈംഗികാവയവങ്ങൾ, കൈകൾ, കാലുകൾ, സംസാര അവയവങ്ങൾ എന്നിവയാണ് പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന 5 അവയവങ്ങൾ. വിസർജനം, പുനരുൽപാദനം, ചലനം, സംസാരം തുടങ്ങിയ പ്രവൃത്തികൾ ഈ 5 അവയവങ്ങളുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി തുടങ്ങിയ 5 മൂലകങ്ങളും വികാരങ്ങളാൽ നിറഞ്ഞതാണ്. അതിനാൽ അവയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്നും അറിയപ്പെടുന്നു. ഈ മൂലകങ്ങൾക്കെല്ലാം വ്യത്യസ്തവും വിഭിന്നവുമായ ശക്തികളുണ്ട്. അവയുടെ സംയോജനമില്ലാതെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി അസാധ്യമായിരുന്നു. തുടക്കത്തിൽ ഈ മൂലകങ്ങളെല്ലാം മഹാഗോളത്തിലോ അണ്ടത്തിലോ ആയിരുന്നു. അത് ഭഗവാന്റെ പ്രചോദനത്താൽ നിലവിൽ വന്നു. ഈ പന്ത് രൂപത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചപ്പോൾ അത് പ്രകൃതി എന്ന അടിത്തറയായി രൂപപ്പെട്ടു. അതിൽ ഭഗവാൻ വിഷ്ണു തന്നെ ഹിരണ്യഗർഭനായി പ്രവേശിച്ചു. പ്രപഞ്ചം നിലവിൽ വരുമ്പോൾ ഭഗവാൻ വിഷ്ണു കൽപ്പത്തിൻ്റെ അവസാനം വരെ അതിനെ പോഷിപ്പിക്കുന്നു. കൽപ്പത്തിൻ്റെ അവസാനം ഭഗവാൻ വിഷ്ണു സ്വയം രുദ്രരൂപത്തിൽ മുഴുവൻ ഭൗതിക ഘടകങ്ങളെയും വിഴുങ്ങുന്നു. ആ സമയത്തവൻ പ്രപഞ്ചത്തെ മുഴുവൻ മൂടുകയും ക്ഷീരസാഗരത്തിൽ ശേഷനിൽ നിദ്രയിലാവുകയും ചെയ്യുന്നു. വീണ്ടും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സൃഷ്ടിപ്രക്രിയ ആരംഭിക്കുന്നു. പ്രിയരെ, വിഷ്ണു പുരാണത്തിൻ്റെ ആദ്യ അധ്യായത്തിൻ്റെ 2ാം ഭാഗത്തിൽ ബ്രഹ്മാവിൻ്റെ ജനനത്തെക്കുറിച്ചും വരാഹത്താൽ ഭൂമിയുടെ രക്ഷയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ വിഷ്ണു തൻ്റെ നീണ്ട നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ ഒന്നുമില്ലാത്ത എല്ലാ ലോകങ്ങളും അദ്ദേഹം കണ്ടു. അഗാധമായ വെള്ളപ്പൊക്കത്തിൻ്റെ അഗാധങ്ങളിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുവാനുള്ള ആഗ്രഹത്തോടെ വരാഹരൂപം സ്വീകരിച്ചു. വെള്ളത്തിൽ പ്രവേശിച്ചുകൊണ്ട് അദ്ദേഹം പാതാള ലോകത്തിലെത്തി. അദ്ദേഹത്തെ ദർശിച്ച മാത്രയിൽ ഭൂമി ആദരവോടെ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ ഭയാനകമായ ശബ്ദത്തോടെ അലറി. ഭൂമിയെ തൻ്റെ വലിയ ദംഷ്ട്രകൾ മൂലം താങ്ങിക്കൊണ്ട് അഗാധമായ ആഴത്തിൽ നിന്ന് പുറത്തു വന്നു. ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസം വലിയ ജലക്കുമിളകൾ സൃഷ്ടിച്ചു. അത് പാപരഹിതമായ ഋഷിമാരെ നനച്ചതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൻ്റെ ശക്തി സാധാരണ ജീവികളെ ഭയപ്പെടുത്തി. ഭഗവാൻ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ എല്ലാ ഋഷിമാരും ഭക്തി ആദരവോടെ അദ്ദേഹത്തെ വണങ്ങി. വളരെ വേഗം ഭഗവാൻ ഭൂമിയെ അനന്തമായ ജലാശയങ്ങൾക്ക് വളരെ മുകളിലായി സ്ഥാപിച്ചു. തുടർന്ന് ഭഗവാൻ ഭൂമിയിലെ ഭൂപ്രകൃതി സവിശേഷതകൾ കൊത്തിയെടുത്ത് അതിനെ പല ഭാഗങ്ങളായി വിഭജിച്ച് 4 ലോകങ്ങളെയും സൃഷ്ടിച്ചു. തുടർന്ന് ബ്രഹ്മാവിൻ്റെ വേഷത്തിൽ ഭഗവാൻ വിഷ്ണു സൃഷ്ടിപ്രക്രിയ നടത്തി. ബ്രഹ്മാവ് സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ചയുടനെ തമോഗുണം, അതായത് അന്ധകാരം നിറഞ്ഞ ജീവികൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടു. അറിവില്ലായ്മ, ആസക്തി, കോപം തുടങ്ങിയ തിന്മയുടെ സാന്നിധ്യമായിരുന്നു ഈ ജീവികളുടെ പ്രധാന ഗുണങ്ങൾ. ഈ ജീവികളിൽ താഴ്ന്ന ജീവികൾ, മരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിച്ചെടികൾ, സസ്യങ്ങൾ, പുല്ലുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇവ ഒരുമിച്ച് പ്രാകൃത ലോകത്തെ സൃഷ്ടിച്ചു. ജ്ഞാനമില്ലാത്തതും അഹങ്കാരം നിറഞ്ഞതുമായ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവിർഭാവത്തോടെയാണ് അവയുടെ സൃഷ്ടിയും ഉണ്ടായത്. അവരുടെ പദവിയിലുള്ള മറ്റൊരു ജീവിയുടെ സ്വഭാവത്തെക്കുറിച്ചും അവയ്ക്ക് അറിയില്ല. തൻ്റെ സൃഷ്ടിയിൽ ഇപ്പോഴും അതൃപ്തിയുള്ള ഭഗവാൻ അല്പം ഉയർന്ന സ്ഥാനമുള്ള അടുത്ത ലോകത്തെ സൃഷ്ടിച്ചു. ഈ ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ജീവജാലങ്ങൾക്ക് ആന്തരികവും ബാഹ്യവുമായ അറിവും പ്രതിഫലന ശക്തിയും ഉണ്ടായിരുന്നു. ശാരീരിക സുഖ സൗകര്യങ്ങളും ഇഷ്ടപ്പെട്ടിരുന്നു.
ഈ സൃഷ്ടി ഭഗവാനെ പ്രസാദിപ്പിച്ചെങ്കിലും അദ്ദേഹം അപ്പോഴും അതൃപ്തനായിരുന്നു. അതിനാൽ അദ്ദേഹം അടുത്ത ലോകത്തെ സൃഷ്ടിച്ചു. ആ ലോകം അല്പം താഴ്ന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ലോകത്തിൽ 3 ഗുണങ്ങളിലും അധികമുണ്ടായിരുന്നു. മനുഷ്യർ ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു. ദുർഗുണങ്ങളുടെ ആധിക്യം മൂലം അവരിൽ ദുഃഖം നിറഞ്ഞിരുന്നു. എന്നാൽ അതേസമയം അവർ വളരെയധികം കർമ്മനിരതരാണ്. ആന്തരികവും ബാഹ്യവുമായ അറിവുള്ളവരുമാണ്. അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ അവർക്ക് കഴിയും. ആദ്യത്തെ ചില സൃഷ്ടികൾ ഭഗവാന്റെ ചിന്തകളിൽ നിന്നാണ് ഉണ്ടായത്. ദേവന്മാർ, അസുരന്മാർ, പിതൃഗണങ്ങൾ, മനുഷ്യർ, ജലം എന്നിവയുടെ സൃഷ്ടിക്കായി ഭഗവാൻ സ്വന്തം ശരീരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തുടകളിൽ നിന്ന് ആദ്യം ഉയർന്നു വന്നത് അസുരന്മാരായിരുന്നു. തുടർന്ന് ഭഗവാൻ തൻ്റെ ഇരുണ്ട ശരീരം ഉപേക്ഷിച്ചു. അത് രാത്രിയെ രൂപപ്പെടുത്തി. ഭഗവാൻ തൻ്റെ വായിൽ നിന്ന് സാത്വിക ഗുണങ്ങളുള്ള ദേവന്മാരെ സൃഷ്ടിച്ചു. തുടർന്ന് തൻ്റെ സാത്വിക ശരീരം ഉപേക്ഷിച്ചു. അതിൽ നിന്നാണ് പകൽ ഉണ്ടായത്. ദേവന്മാർ പകൽ സമയത്ത് കൂടുതൽ ശക്തി പ്രാപിക്കുകയും രാത്രിയിൽ അസുരന്മാർ ശക്തരാകുന്നതിനും ഇതാണ് കാരണം. പിന്നെ ഭഗവാൻ മറ്റൊരു ശരീരം സ്വന്തമാക്കി. ആ ശരീരവും ഉപേക്ഷിക്കുന്നതിന് മുൻപ് പിതൃഗണങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. അത് പകലിനും രാത്രിക്കും ഇടയിലുള്ള സന്ധ്യ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു. അതിനുശേഷം ഭഗവാൻ രജോ ഗുണങ്ങളുള്ള ഒരു പുതിയ ശരീരം അടഞ്ഞു. അതിൽ നിന്നുമാണ് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഭഗവാൻ തൻ്റെ രജോ ശരീരം ഉപേക്ഷിച്ചപ്പോൾ അത് രാത്രിക്കും പകലിനും ഇടയിലുള്ള പ്രഭാതമായി രൂപാന്തരപ്പെട്ടു. മനുഷ്യർ പ്രഭാതത്തിൽ ശക്തരാകുന്നതും പിതൃഗണങ്ങൾ സന്ധ്യയ്ക്ക് ശക്തരാകുന്നതും എന്തുകൊണ്ടാണെന്ന് ഇത് വിശദീകരിക്കുന്നു. പിന്നീട് ഭഗവാൻ രജോ ഗുണങ്ങളുള്ള മറ്റൊരു ശരീരം സ്വീകരിച്ച് അതിൽ നിന്ന് ആഗ്രഹത്തെ ഉളവാക്കി. ആ ആഗ്രഹം കാമത്തിന് ജന്മം നൽകി. പിന്നീട് ഇരുട്ടിൽ തങ്ങിക്കൊണ്ട് ഭഗവാൻ ആഗ്രഹവും കാമവും നിറഞ്ഞ ലോകത്തെ സൃഷ്ടിച്ചു. ആ ലോകത്ത് നീണ്ട താടിയും മുടിയുമുള്ള നിരവധി മനുഷ്യർ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കോടി. അവരിൽ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരെ യക്ഷന്മാരെന്നും ഞങ്ങൾ അവനെ ഭക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരെ രാക്ഷസന്മാർ അഥവാ അസുരന്മാർ എന്നും അറിയപ്പെട്ടു. തുടർന്ന് കോപാകുലനായ ഭഗവാൻ ആക്രമണകാരികളായ മാംസഭോജികളെ സൃഷ്ടിച്ചു. അതിനുശേഷം ഗായകരായ ഗന്ധർവന്മാരെ സൃഷ്ടിച്ചു. അങ്ങനെ ഊഴമനുസരിച്ച് ഭഗവാൻ കാലഘട്ടങ്ങളായി പക്ഷികൾ, ആടുകൾ, ചെമ്മരിയാടുകൾ, പശു, കുതിര, ആന, കഴുത, മാൻ, ഒട്ടകം, മട്ടക്കുതിര എന്നിവയെ സൃഷ്ടിച്ചു. നെഞ്ച്, വായ, വയറ്, പാദങ്ങൾ എന്നിവയെ സൃഷ്ടിച്ചു. ഭഗവാന്റെ എണ്ണമറ്റ ശരീരരോമങ്ങളിൽ നിന്നും പഴങ്ങൾ, പൂക്കൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ ഉണ്ടായി. കിഴക്കോട്ട് ദർശനമുള്ള ശിരസിൽ നിന്നും ഗായത്രി മന്ത്രം, ഋഗ്വേദം, യജ്ഞങ്ങൾ എന്നിവ ഉണ്ടായി. തെക്ക് ദർശനമായുള്ള ശിരസിൽ നിന്ന് യജുർവേദമുണ്ടായി. പടിഞ്ഞാറോട്ടുള്ള ശിരസിൽ നിന്ന് സാമവേദവും വടക്കോട്ടുള്ള ശിരസിൽ നിന്ന് അഥർവവേദവും സൃഷ്ടിക്കപ്പെട്ടു. പ്രിയരെ, 1-ാം അധ്യായത്തിൻ്റെ 3-ാം ഭാഗത്തിൽ ഭൂമിയുടെ വിഭജനങ്ങളെയും ധാന്യങ്ങളുടെ ഉത്ഭവത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ലോകം സംജാതമാക്കുവാനുള്ള ആഗ്രഹത്തോടെ ബ്രഹ്മാവ് തൻ്റെ വ്യത്യസ്ത അവയവങ്ങളിൽ നിന്നും വ്യത്യസ്ത തരം മനുഷ്യരെ സൃഷ്ടിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ബ്രാഹ്മണർ പ്രത്യക്ഷപ്പെട്ടു. നെഞ്ചിൽ നിന്ന് ക്ഷത്രിയരും തുടകളിൽ നിന്ന് വൈശ്യരും കാലുകളിൽ നിന്ന് ശൂദ്രരും പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യർക്ക് തൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗം ഭൗതിക ശരീരമാണ്. കാലക്രമേണ മനുഷ്യർക്ക് അവരുടെ ദിവ്യഗുണങ്ങളും പൂർണ്ണതകളും നഷ്ടപ്പെട്ടു. അസൂയ, ദുഃഖം, ക്ഷയം, ആഭ്യന്തര കലഹം എന്നിവ ജനങ്ങളിൽ ഉയർന്നു വരാൻ തുടങ്ങി. ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനും സമാധാനപരമായ ജീവിതം നയിക്കുന്നതിനുമായി മനുഷ്യർ കൃഷിയും മറ്റു കരകൗശല വസ്തുക്കളും വികസിപ്പിച്ചെടുത്തു. ഹേ മഹർഷേ, നെല്ല്, വാൽഗോതമ്പ്, ഗോതമ്പ്, ധാന്യങ്ങൾ, എള്ള്, തിന, അരി, പയർ വർഗ്ഗങ്ങൾ, കമ്പ് എന്ന ധാന്യം, കടലവർഗ്ഗങ്ങൾ, ചണം എന്നിവ ഗ്രാമങ്ങളിൽ ഭക്ഷ്യയോഗ്യവും ഔഷധമൂല്യമുള്ളതുമായ സാധാരണ കാർഷിക ഉൽപ്പന്നങ്ങളാണ്. ഇവയും മറ്റു ഉൽപ്പന്നങ്ങളും യാഗങ്ങളിൽ വഴിപാടുകളായി ഉപയോഗിക്കുന്നു. കാരണം അവയെല്ലാം യാഗങ്ങളുടെ ഫലമായി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ദിവസവും യാഗങ്ങൾ നടത്തുന്നത് ഓരോ മനുഷ്യനും ചെയ്യേണ്ട ഏറ്റവും പുണ്യകരമായ വ്യായാമമാണ്. ഇത് സാധാരണക്കാർ ചെയ്യുന്ന പാപങ്ങളെ നശിപ്പിക്കുന്നു. പ്രിയരെ, 1-ാം അധ്യായത്തിലെ 4-ാം ഭാഗത്തിൽ പ്രജാപതികളുടെയും അവരുടെ സന്തതികളുടെയും ജനനത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഒരു ഘട്ടത്തിൽ സൃഷ്ടി പ്രക്രിയ പൂരിതമായതിനാൽ ജീവജാലങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായില്ല. പിന്നീട് സൃഷ്ടി തുടരുവാനുള്ള ആഗ്രഹത്തോടെ ഭഗവാൻ തൻ്റെ ചിന്തയിൽ നിന്ന്, അതായത് മനസ്സിൽ നിന്നും 9 മുനിമാരെ സൃഷ്ടിച്ചു. പിന്നീട് അദ്ദേഹം 9 പുത്രിമാരെ സൃഷ്ടിച്ച് ആ 9 മുനിമാർക്കും പത്നിമാരായി കൈമാറി. തുടക്കത്തിൽ ജനിച്ച ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ സന്യാസം സ്വീകരിച്ചപ്പോൾ അത് അദ്ദേഹത്തെ വളരെയധികം ക്ഷുഭിതനാക്കി. 3 ലോകങ്ങളെയും ദഹിപ്പിക്കാൻ പര്യാപ്തമായിരുന്ന കോപം. ഈ കോപത്തിൽ നിന്നാണ് സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന രുദ്രൻ ഉത്ഭവിച്ചത്. രുദ്രൻ പകുതി പുരുഷ രൂപത്തിലും പകുതി സ്ത്രീ രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടു.
പ്രത്യക്ഷപ്പെട്ട ഉടൻ തന്നെ രുദ്രൻ തൻ്റെ ശരീരത്തെ 11 പുരുഷ ഭാഗങ്ങളായും 11 സ്ത്രീ ഭാഗങ്ങളായും വിഭജിച്ച് വേർപെടുത്തി. തുടർന്ന് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് സ്വയംഭൂവ മനു പ്രത്യക്ഷപ്പെട്ടു. സൃഷ്ടിപ്രക്രിയ തുടരുവാനുള്ള ബ്രഹ്മാവിൻ്റെ കൽപ്പന പാലിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തോടൊപ്പം പ്രത്യക്ഷീകരിക്കപ്പെട്ട ഒരു സ്ത്രീയായ ശതരൂപയെ പത്നിയായി ലഭിച്ചു. അവർ ഒരുമിച്ചപ്പോൾ പ്രിയംവ്രതൻ, ഉത്ഥാനപാദൻ എന്നീ 2 പുത്രന്മാരും പ്രസൂതി, അഗൂട്ടി എന്നീ 2 പുത്രിമാരെയും ജനിപ്പിച്ചു. ഈ 2 പെൺമക്കളും യഥാക്രമം ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ ദക്ഷനെയും പ്രജാപതിയെയും വിവാഹം കഴിച്ചു. പ്രജാപതിക്കും അഗൂട്ടിക്കും യജ്ഞൻ, ദക്ഷിണ എന്നീ ഇരട്ടകൾ ജനിച്ചു. അവരിരുവരും വിവാഹിതരായപ്പോൾ 12 പുത്രന്മാരെ ജനിപ്പിച്ചു. അവർ പിന്നീട് യാമം എന്നറിയപ്പെടുന്ന ദേവന്മാരായി. ദക്ഷനും പ്രസൂതിക്കും 24 പെൺമക്കൾ ജനിച്ചു. അതിലെ 13 പേർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ ധർമ്മനെ വിവാഹം കഴിച്ചു. ശേഷിക്കുന്ന 11 പെൺമക്കൾ ഭൃഗു, ശിവൻ, മരീചി, അങ്കിരസൻ, പുലസ്ത്യൻ, പുലഹൻ, കൃതു, അത്രി, വസിഷ്ഠൻ, അഗ്നി, പിതൃക്കൾ എന്നിവർ വിവാഹം കഴിച്ചു. ധർമ്മൻ തൻ്റെ 13 പത്നിമാരിൽ നിന്ന് കാമൻ, ദർഭൻ, നിയമം, സന്തോഷ്, ലോഭൻ, ശ്രുതൻ, വിനയൻ, ബോധൻ, വ്യവസായൻ, ക്ഷേമൻ, സുഖൻ, യക്ഷൻ എന്നിവർക്ക് ജന്മം നൽകി. കാമൻ രതിയെ വിവാഹം കഴിച്ച് ഹർഷനെ പ്രസവിച്ചു. ദർപ്പൻ ഹിംസയെ വിവാഹം കഴിച്ച് അനിഷ്ടൻ എന്ന പുത്രനും നികൃതി എന്ന പുത്രിക്കും ജന്മം നൽകി. അനിഷ്ടനും നികൃതിയും വിവാഹിതരായി ഭയൻ, നരകൻ എന്നിവർ പിറക്കുകയും മായ, വേദന എന്നിവർ അവരുടെ വധുക്കളാവുകയും ചെയ്തു. മായ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും അന്തകനായ മൃത്യുവിനെ ജനിപ്പിച്ചു. വേദനയിൽ നിന്നും ദുഃഖൻ എന്ന മകൻ ജനിച്ചു. മൃത്യു, വ്യാധി, ജരൻ, ശോകം, തൃഷ്ണ, ക്രോധൻ എന്നിവരെ സൃഷ്ടിച്ചു. ഇവരെല്ലാം പ്രളയത്തിന് കാരണമാകുന്ന മഹാവിഷ്ണുവിൻ്റെ ഉഗ്രമായ അവതാരങ്ങളാണ്. സർവ്വവ്യാപിയായ നിത്യനായ ദൈവം ഈ ലോകത്തെ മനുവിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഒടുവിൽ നശിപ്പിക്കുകയും ചെയ്യുന്നു. നൈമിത്തികം, പ്രകൃതികം, ആത്യന്തികം, നിത്യം എന്നീ 4 തരം പ്രളയങ്ങളുണ്ട്. അവയിൽ നൈമിത്തികം ബ്രഹ്മപ്രളയമാണ്. ഈ സമയത്ത് ദൈവം നിദ്രയിലാവുന്നു. പ്രകൃതിക പ്രളയത്തിൽ പ്രപഞ്ചം പ്രകൃതിയിനാൽ ഉന്മൂലനം ചെയ്യപ്പെടുന്നു. ആത്യന്തിക പ്രളയം പരമാത്മാവായ യോഗിയുടെ ഉന്മൂലനമാണ്. രാവും പകലും തുടരുന്ന ഭൗതിക മൂലകങ്ങളുടെ ക്ഷയമാണ് നിത്യപ്രളയം. പ്രിയരെ, 1-ാം അധ്യായത്തിലെ 5-ാം ഭാഗത്തിൽ രുദ്രൻ്റെ സൃഷ്ടിയും ലക്ഷ്മിയുടെ സർവ്വവ്യാപനത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മാവ് തന്നെപ്പോലെ സദ്ഗുണങ്ങളുള്ള ഒരു പുത്രനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചുവപ്പ് കലർന്ന നീല നിറമുള്ള ഒരു ആൺകുട്ടി അദ്ദേഹത്തിൻ്റെ മടിയിൽ പ്രത്യക്ഷപ്പെട്ടു. രുദ്രൻ, ഭവൻ, ശിവൻ, ഇഭാൻ, പശുപതി, ഭീമൻ, ഉഗ്രൻ, മഹാദേവൻ തുടങ്ങിയ പേരുകളിൽ ബ്രഹ്മാവ് കുട്ടിയെ അഭിസംബോധന ചെയ്തു. അവൻ്റെ വാസസ്ഥലമായി സൂര്യൻ, ജലം, ഭൂമി, വായു, അഗ്നി, ആകാശം, ദീക്ഷിത്, ബ്രാഹ്മണർ, ചന്ദ്രൻ എന്നിവയും ബ്രഹ്മാവ് നിശ്ചയിച്ചു. അതിനുശേഷം അവയെല്ലാം ശിവനെ ആരാധിക്കുന്നു. ശിവന്റെ ഈ 11 ആരാധകർക്കും സുവർജല, ഉഷ, വികേശി, അപര, ശിവ, സ്വാഹ, ദിശ, രോഹിണി തുടങ്ങിയ പത്നിമാരുണ്ട്. ശനീശ്വരൻ, ശുക്രൻ, ലോഹിതാങ്, മനോജവൻ, സ്കന്ദൻ, സർഗൻ, ശാന്തൻ എന്നിവരാണ് യഥാക്രമം ഈ ആരാധകരുടെ പുത്രന്മാർ. രുദ്രൻ തന്നെ ദക്ഷന്റെ മകളായ സതിയെ പത്നിയായി സ്വീകരിച്ചു. തൻ്റെ പിതാവ് ഭർത്താവിനോട് കാണിച്ച അനാദരവ് കാരണം സതി സ്വയം തീകൊളുത്തി ആത്മാഹുതി ചെയ്തു. അവൾ തൻ്റെ പുനർജന്മത്തിൽ ഹിമവാന്റെയും മേനയുടെയും മകളായ പാർവതിയായി പ്രത്യക്ഷപ്പെട്ടു. പാർവതിയും ശിവനും വിവാഹിതരായി. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ ഭൃഗു ഖ്യാതിയെ വിവാഹം കഴിച്ചു. ധാതൻ, വിധാതൻ എന്നീ 2 പുത്രന്മാരുടെയും ലക്ഷ്മി എന്ന മകളുടെയും മാതാവായി ഖ്യാതി. തുടർന്ന് ലക്ഷ്മി ഭഗവാൻ വിഷ്ണുവിനെ വിവാഹം കഴിച്ചു. അപ്പോൾ മൈത്രേയൻ ജിജ്ഞാസയോടെ ചോദിച്ചു, ഹേ മഹർഷേ, കടലായ ക്ഷീരസാഗരത്തിൽ നിന്ന് ലക്ഷ്മി ഉത്ഭവിച്ചതായി കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ലക്ഷ്മി ഭൃഗുവിൻ്റെയും കാതിയുടെയും മകളാണെന്ന് നിങ്ങൾ പറയുന്നു. അതെങ്ങനെ സാധ്യമാകും? പരാശരൻ പറഞ്ഞു, ഹേ മഹാബ്രാഹ്മണരെ, ഭഗവാനിൽ നിന്നൊരിക്കലും വേർപിരിയാത്ത ലക്ഷ്മി അദ്ദേഹത്തെപ്പോലെ തന്നെ നിത്യമാണ്. എന്നാൽ നിങ്ങൾ സംശയം പ്രകടിപ്പിച്ചതിനാൽ യഥാർത്ഥ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രശസ്തനും ക്ഷിപ്രകോപിയുമായ ദുർവാസാവ് മുനി ശങ്കരൻ്റെ ഭാഗികമായ ഒരു അവതാരമാണ്. ഒരു ദിവസം അദ്ദേഹം ഭൂമിയിൽ അലഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവ്യമായ സൗന്ദര്യത്തെ കാണാനിടയായി. അവൾ മനോഹരമായ പുഷ്പമാല ധരിച്ചിരിക്കുന്നു. ആ മാല തനിക്ക് നൽകണമെന്ന് മുനി സുന്ദരിയോട് ആവശ്യപ്പെട്ടു. അവൾ ബഹുമാനപൂർവ്വം ആ മാല മുനിക്ക് സമർപ്പിച്ചു. മുനി ആ മാലയിനാൽ തൻ്റെ ദേഹത്തെ അലങ്കരിച്ചുകൊണ്ട് വീണ്ടും നടക്കുവാൻ തുടങ്ങി. ആ നിമിഷം ഇന്ദ്രൻ ഐരാവതത്തിൽ സവാരി ചെയ്തുകൊണ്ട് ദേവന്മാരുമൊത്തുള്ള ഘോഷയാത്രയിൽ പോകുന്നത് കണ്ടു.
സഹജമായി തന്നെ ദുർവാസാവ് മുനി ആ മാല ഇന്ദ്രന് സമ്മാനിച്ചു. എന്നാൽ ഇന്ദ്രൻ അതുകൊണ്ട് ഐരാവതത്തിൻ്റെ നെറ്റി അലങ്കരിക്കുന്നു. ആന തുമ്പിക്കൈ കൊണ്ട് ആ മാല വലിച്ചെടുത്ത് നിലത്തടിച്ചു നശിപ്പിച്ചു. ഈ സംഭവങ്ങളുടെ മുഴുവൻ പരമ്പരയിൽ കോപാകുലനായിക്കൊണ്ട് ദുർവാസാവ് ഇന്ദ്രനെ ശപിക്കുന്നു. ഹേ ഇന്ദ്ര, നീ നിന്റെ ആഡംബരങ്ങളിൽ ലഹരി പിടിച്ചിരിക്കുന്നതിനാൽ എൻ്റെ എളിയ ദാനത്തെ അപമാനിക്കാൻ നീ ധൈര്യപ്പെട്ടു. അതിനാൽ നിന്റെ എല്ലാ മഹത്വവും നശിച്ചു പോകും, നിന്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെടും. ഇന്ദ്രൻ ഉടനെ തന്നെ ആനപ്പുറത്തു നിന്നും ഇറങ്ങി ദുർവാസാവിനോട് അപേക്ഷിക്കാൻ തുടങ്ങി. ഇന്ദ്ര, ക്ഷമയ്ക്ക് എൻ്റെ വ്യക്തിത്വത്തിൽ സ്ഥാനമില്ല, അതിനാൽ നിന്റെ എല്ലാ പശ്ചാത്താപവും അർത്ഥശൂന്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ദുർവാസാവ് മുനി രംഗം വിട്ടുപോയി. ഇന്ദ്രൻ നിരാശനായി അമരാവതിയിലേക്ക് പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ ശാപം അതിൻ്റെ സ്വാധീനം കാണിക്കാൻ തുടങ്ങി. ഇന്ദ്രൻ്റെ ആഡംബരങ്ങൾ നഷ്ടപ്പെട്ടതോടെ ഭൂമിയിലെ എല്ലാ പച്ചപ്പും ക്ഷയിക്കാൻ തുടങ്ങി. സന്യാസിമാരും യജ്ഞങ്ങളെ ഉപേക്ഷിക്കാൻ തുടങ്ങി. എല്ലാ മനുഷ്യരും അത്യാഗ്രഹത്താൽ നയിക്കപ്പെടുകയും പുണ്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്തു. പുണ്യങ്ങൾക്ക് ഇടമില്ലാത്ത ഒരു സ്ഥലത്തും ലക്ഷ്മി വസിക്കുന്നില്ല. അവൾ കടലിൻ്റെ അഗാധമായ ആഴങ്ങളിൽ തൻ്റെ വാസസ്ഥലം സ്ഥാപിച്ചു. താമസിയാതെ അസുരന്മാർ ദേവന്മാരെ ആക്രമിച്ച് അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഇന്ദ്രൻ മറ്റ് ദേവന്മാരോടൊപ്പം ബ്രഹ്മാവിനെ സമീപിച്ച് എല്ലാം തുറന്നു പറഞ്ഞു. ബ്രഹ്മാവ് വിഷ്ണുവിൽ അഭയം പ്രാപിക്കാൻ അവരോട് നിർദ്ദേശിച്ചു. ഭഗവാൻ വിഷ്ണു നിങ്ങളെ തീർച്ചയായും സംരക്ഷിക്കുമെന്ന് അദ്ദേഹം അവർക്ക് ഉറപ്പു നൽകി. ഭഗവാൻ അവരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവർ ഒരുമിച്ച് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും തങ്ങളുടെ കഷ്ടതകൾ ബോധിപ്പിക്കുകയും ചെയ്തു. അവരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങളുടെ തേജസ് വീണ്ടെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ അസുരന്മാരുമായി അനുരഞ്ജനം നടത്തി കടൽ കടയുവാൻ അവരെ ബോധ്യപ്പെടുത്തുക. എന്നിട്ട് എല്ലാത്തരം ഔഷധ സസ്യങ്ങളും കൊണ്ടുവന്ന് കടലിലിടുക. അസുരന്മാരുടെ സഹായത്തോടെ മന്ദരാജൽ പർവ്വതം മന്ദായും നാഗമായ വാസുകിയെ കയറാക്കിയും കടൽ കടയുക. അങ്ങനെ ഉത്ഭവിക്കുന്ന അമൃത് കുടിക്കുക. അതിനാൽ നിങ്ങളെല്ലാവരും അമർത്യരാവുകയും പൂർവ്വശക്തി വീണ്ടെടുക്കുകയും ചെയ്യും. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഉപദേശം പിന്തുടർന്ന് ദേവന്മാർ അസുരന്മാരായി അനുരഞ്ജനം നടത്തി കടൽ കടയുവാൻ ധാരണയുണ്ടാക്കി. അവർ സംയുക്തരായി എല്ലാത്തരം ഔഷധ സസ്യങ്ങളും കൊണ്ടുവന്ന് കടലിലിട്ടു. തുടർന്ന് അവർ വിഷ്ണു മാർഗനിർദ്ദേശം നൽകിയതുപോലെ കടൽ കടയുവാൻ ആരംഭിച്ചു. എന്നാൽ മന്ദരാജൽ പർവ്വതമെന്ന മന്ത് കടലിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. മഹാവിഷ്ണു കച്ചാപിൻ്റെ, അതായത് ഒരു വലിയ കടലാമയുടെ അവതാരമെടുത്ത് ശക്തമായ പർവ്വതത്തിൻ്റെ ഭാരം മുഴുവൻ മുതുകിൽ വഹിച്ചു. കടൽ കടച്ചിലിനിടയിൽ ആദ്യം പുറത്തു വന്നത് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന പശുവായ കാമധേനുവാണ്. യാഗങ്ങൾക്ക് സഹായകരമാകുവാൻ വേണ്ടിയതിനെ മുനിമാർക്ക് സമർപ്പിച്ചു. തുടർന്ന് വരുണി എന്ന കന്യകയും ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന കൽപ്പവൃക്ഷവും പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് മനോഹരമായ ചന്ദ്രൻ ഉയർന്നു വന്നു. ശിവൻ ചന്ദ്രനെ എടുത്ത് നെറ്റിയിൽ ചൂടി. മദനം നടത്തുന്ന സന്ദർഭത്തിൽ വലിയ അളവിൽ കാളകൂട വിഷവും ഉയർന്നു വന്നു. അത് ശിവൻ കുടിച്ചു. വിഷത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഭൂമിയിൽ പതിച്ചതിനാലത് ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായി. ഒടുവിൽ അമൃത് കലശം വഹിച്ചുകൊണ്ട് ധന്വന്തരി തന്നെ കടലിൽ നിന്ന് ഉയർന്നു വന്നു. തുടർന്നാണ് കൈകളിൽ താമരകളുമായി ലക്ഷ്മി വീണ്ടും കടലിൽ നിന്ന് ഉയർന്നു വന്നത്. എല്ലാ മുനിമാരും അവളെ പ്രാർത്ഥിച്ചു. പിന്നീട് അവൾ ദിവ്യജലത്തിൽ കുളിച്ച് വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ വസിച്ചു. ലക്ഷ്മി ഭഗവാൻ വിഷ്ണുവിൻ്റെ ഹൃദയമാണ് തൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തതെന്ന് കണ്ട അസുരന്മാർ ആശയക്കുഴപ്പത്തിലായി. അതോടെ അവർ ധന്വന്തരിയിൽ നിന്ന് കലശം തട്ടിപ്പറിച്ച് ഓടിപ്പോയി. അമൃത് കുടിക്കുന്നതിനെ ചൊല്ലി അവർക്കിടയിൽ ഒരു തർക്കമുടലെടുത്തു. ഓരോ അസുരനും പരമാവധി അളവിൽ അമൃത് കുടിക്കാൻ ആഗ്രഹിച്ചു. അതേസമയം അതിസുന്ദരിയായ മോഹിനിയുടെ വേഷത്തിൽ വിഷ്ണു അവിടെയെത്തി കലശം കൈവശപ്പെടുത്തി. ദേവന്മാർക്കിടയിൽ അമൃത് വിതരണം ചെയ്യുന്നതിനിടയിൽ മോഹിനി തൻ്റെ മധുരമായ പുഞ്ചിരിയിനാൽ അസുരന്മാരെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ദേവന്മാർ അമൃത് കുടിക്കുകയും തങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ അസുരന്മാർ ക്ഷുഭിതരാവുകയും ദേവന്മാരെ ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ദേവന്മാർ അമൃത് കുടിച്ച് ശക്തി വീണ്ടെടുത്തതിനാൽ അധികം ബുദ്ധിമുട്ട് കൂടാതെ തന്നെ അസുരന്മാരെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞു. ദേവന്മാർ വിഷ്ണുവിനെ സ്തുതിച്ച് ഭരണചക്രം ഏറ്റെടുക്കുവാനായി സ്വർഗത്തിലേക്ക് മടങ്ങി. ലോകം അതിൻ്റെ പച്ചപ്പ് വീണ്ടെടുത്തു. സ്വർഗത്തിൻ്റെ തേജസ്സും സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും വീണ്ടെടുത്ത ശേഷം ഇന്ദ്രൻ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു. ഇന്ദ്രൻ്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടയായ ലക്ഷ്മി അദ്ദേഹത്തോടൊരു വരം ആവശ്യപ്പെടാൻ അനുമതി നൽകി. അല്ലയോ ദേവി, നിങ്ങൾ എന്നിൽ സംപ്രീതനാണെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങൾ ഒരിക്കലും ഈ ലോകത്തെ ഉപേക്ഷിക്കില്ലെന്നും പ്രാർത്ഥനയോടെ നിങ്ങളെ ആരാധിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും ഒരു വരം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ലക്ഷ്മി ആ വരം നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഭൃഗുവിൻ്റെയും പത്നി ഖ്യാതിയുടെയും മകളായി ലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടു. പിന്നീടാണ് രണ്ടാമതായി ലക്ഷ്മി കടൽ കടച്ചിലിനിടയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടത്.
ഭഗവാൻ വിഷ്ണു ഓരോ അവതാരം എടുക്കുമ്പോഴും ലക്ഷ്മി അദ്ദേഹത്തോടൊപ്പം പോകുന്നു. ദൈവം ദിവ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവളും ദിവ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾ മനുഷ്യരൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നു. പ്രിയരെ, വിഷ്ണു പുരാണത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ നിർത്തട്ടെ. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.